നമുക്കിനി എങ്ങനെ NumPy നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ NumPy എന്ന് കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് NumPy as NP എന്ന് പറഞ്ഞൊരു സംഭവം യൂസ് ചെയ്യണം. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ NumPy എന്ന് പറഞ്ഞ ലൈബ്രറിയിൽ നിന്ന് NP എന്ന് പറഞ്ഞൊരു ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് എന്ന് കേൾക്കേണ്ട, നമ്മളൊരു ഒരാളെ എടുക്കുകയാണ്. ഓക്കെ, ആ NP വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ ഞാൻ ഇതിൽ കാണിച്ചു തരാം വൃത്തിക്ക്. സോ നമുക്കറിയാം അറേസ് 2 ടൈപ്സ് ഉണ്ട്. 1 ഡയമെൻഷണൽ അറേയും 2 ഡയമെൻഷണൽ അറേയും അല്ലേ. 1 ഡയമെൻഷണൽ പറഞ്ഞാൽ ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ, ഒരു എക്സ് ആക്സിസ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിനൊരു കോളം മാത്രം, ഒരു റോ ആയിട്ട് നമ്മൾ ഫിൽ ചെയ്ത് പോകുന്ന നമുക്ക് അങ്ങനെ കോൺസെപ്റ്റ്, ഒരു ആക്സിസിൽ മാത്രം വാല്യൂ ഗ്രോ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ NumPy 1 ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. സോ 1 ഡയമെൻഷണൽ അറേസ് കോൺസെപ്റ്റ് നമ്മുടെ പ്രോഗ്രാമിൽ ചെയ്യണമെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എത്രേ ചെയ്യാണ്ടുള്ളൂ, അതായത് ഇമ്പോർട്ട് NumPy as NP. നമ്മൾ np.array എന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ അറേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളൊരു ബ്രാക്കറ്റിൽ ഓഫ് ലിസ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ ഒരു ലിസ്റ്റ് എഴുതുക 1 2 3 4 5. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 1 ഡയമെൻഷണൽ അറേ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്കൊരു 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൽ തന്നെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 2 ഡയമെൻഷണൽ പറയുമ്പോൾ നമുക്ക് എന്താണ്, 2 ഡയമെൻഷനിൽ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 ആക്സസുകൾ ഉണ്ടാവും, വൈ ആക്സസും എക്സ് ആക്സസും, അല്ലെങ്കിൽ റോസും കോളംസും ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് പറയുക, മെട്രിക്സ് എന്ന് വിളിക്കുക അല്ലേ. അങ്ങനത്തെ കോൺസെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും സെയിം തന്നെയാണ്, ഇമ്പോർട്ട് NumPy as NP തന്നെയാണ്. np.array വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അറേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇതിൽ പേരൊന്ന് ഞാൻ മാറ്റി പിടിക്കണ്ടേ, array.2d എന്നാക്കുന്നുണ്ട്. array.2d എന്നാക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കാണേണ്ട ചേഞ്ച് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്തത്, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ വാല്യൂസ് കൊടുത്തു അല്ലേ. ഇതിൽ നമ്മൾ ചെറിയ വ്യത്യാസം കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് അങ്ങ് ഇടുവാണ്. അതിനുശേഷം എനിക്കിപ്പോൾ 1,2 ഒരു റോയിൽ എനിക്ക് 1ഉം 2ഉം മാത്രം മതി. അടുത്ത റോയിൽ എനിക്ക് 3ഉം 4ഉം ആണ് വരേണ്ടത്. അപ്പോൾ ഇതൊരു 2x2 മെട്രിക്സ് ആണേ. ഇങ്ങനെ ഞാൻ കൊടുത്തു. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഒരു 2x2 മെട്രിക്സ് എനിക്ക് കിട്ടും. 2 ഡയമെൻഷണൽ അറേ എനിക്ക് കിട്ടും. അപ്പോൾ എന്തുണ്ടായി, ഒരു ബ്രാക്കറ്റ് ഇട്ടു, ഒരു പാരാന്തസിസ് ഇട്ടു, പിന്നെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. എഗെയിൻ അതിൻ്റെ ഉള്ളിൽ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഓരോ റോസ് റെപ്രസെൻറ്റ് ചെയ്ത് കൊടുത്താൽ എനിക്കൊരു 2 ഡയമെൻഷണൽ അറേ കിട്ടും. ക്യാൻ യു സി, 1 2 3 4 5 എന്ന് പറയുന്നത് ഇതൊരു 1 ഡയമെൻഷണൽ അറേ, ഇതൊരു 2 ഡയമെൻഷണൽ അറേയാണ്. ഒരു റോയും രണ്ട് റോയും 2 കോളമുള്ള 2x2 മെട്രിക്സ് എനിക്ക് കിട്ടി. സംഭവം മനസ്സിലായോ?